PSC മെമ്പർമാരുടെ ശമ്പള വർധനവിൽ എതിർപ്പുമായി മുതിർന്ന CPI നേതാവ് സി ദിവാകരൻ. PSC തന്നെ ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് പഠനം നടത്തണം. PSC മെമ്പർമാർക്ക് പ്രധാനമന്ത്രിയെക്കാളും മുഖ്യമന്ത്രിയെക്കാളും ശമ്പളമാണ്. ഒരു ടെസ്റ്റ് എഴുതാത്തവരാണ് നാട്ടിൽ എല്ലാവർക്കും ടെസ്റ്റ് നടത്തുന്നതെന്നും സി ദിവാകരൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. പബ്ലിക് സർവീസ് കമ്മീഷൻ കേരളത്തിൽ ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു പഠനം നടത്തണം. പിന്നെ അവർക്ക് കൊടുക്കുന്ന വേതനം ഞാൻ മുഖ്യമന്ത്രിയേക്കാൾ ശമ്പളം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. PSC ചെയർമാൻ പ്രധാനമന്ത്രിയേക്കാൾ മുഖ്യമന്ത്രിയേക്കാൾ അതിനെ ന്യായീകരിക്കുന്ന ചില ശബ്ദങ്ങൾ ഞാൻ കേട്ടു. അത് നിർഭാഗ്യകരമായിപ്പോയി. ആളുകളുടെ പരാതി ഈ PSC മെമ്പർമാർ വലിയ കാര്യമൊന്നുമുള്ളവരല്ല. അവർ മഹാ ടെസ്റ്റൊക്കെ എഴുതി പാസ്സായി വന്നവരൊന്നുമല്ല. ഒരു ടെസ്റ്റ് എഴുതുന്നവരല്ല. പാർട്ടി ഓഫീസിൽ കൊടുക്കുന്ന പേര് അനുസരിച്ച് അവിടെ നിയമനം നടത്താനല്ലാതെ ഒരു ടെസ്റ്റ് എഴുതാത്തവർ കേരളത്തിലെ മുഴുവൻ പിള്ളേരെയും ടെസ്റ്റ് എഴുതി പഠിപ്പിക്കുകയാണ്. അത് തന്നെ ആ ഘടന തന്നെ തെറ്റാണ്. PSC മെമ്പർമാർക്ക് ഒരു മിനിമം ക്വാളിഫിക്കേഷൻ ഉണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, CPIയുടെ ഒരു മുതിർന്ന നേതാവിന്റെ ഭാഗത്ത് നിന്നുള്ള വാക്കുകളാണിത്. കാരണം ഒരു പാർട്ടി ഓഫീസിന്റെ ശുപാർശ ഉണ്ടെങ്കിൽ ആർക്കും PSC മെമ്പർമാരാകാം അല്ലെങ്കിൽ ചെയർമാൻ ആകാം എന്നൊരു വിവാദ പ്രസ്താവനയാണ് ഇപ്പോൾ സി ദിവാകരന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. മാത്രവുമല്ല, പ്രധാനമന്ത്രിയെക്കാളും മുഖ്യമന്ത്രിയെക്കാളും എല്ലാം ശമ്പളം വാങ്ങുന്നവരാണ് ഇത്തരക്കാർ. ഇവരൊരു ടെസ്റ്റ് പോലും എഴുതാതെയാണ് മറ്റുള്ളവരെ ടെസ്റ്റ് എഴുതിക്കാൻ നടക്കുന്നത് എന്നിങ്ങനെ നിരവധി വിമർശനങ്ങളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്, അല്ലേ? തീർച്ചയായും വലിയ രീതിയിലുള്ള വിമർശനമാണ് സി ദിവാകരന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. ഏറ്റവും എടുത്തു പറയേണ്ടത് ഇടതുപക്ഷ മുന്നണിയിലെ ഒരു രണ്ടാം കക്ഷി എന്ന് പറയുന്ന CPIയിലെ പ്രബലനായ നേതാവാണ് സി ദിവാകരൻ. ദിവാകരന്റെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിൽ ഈ സർക്കാർ നടപടിയിൽ അല്ലെങ്കിൽ സർക്കാരിന്റെ ഈ ഉത്തരവിനെതിരെ വലിയ വിമർശനം ഉണ്ടായിരിക്കുന്നത്. PSC തന്നെ ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് പഠനം നടത്തണമെന്ന ഒരു ആവശ്യമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. മാത്രമല്ല, തൊഴിലില്ലാത്ത ആളുകൾ നാടുവിടുന്ന സ്ഥിതിയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ളത്, കേരളത്തിലുള്ളത്. PSC കുറിച്ച് ധാരാളം പരാതികളാണ് നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത്. പരിശോധിക്കേണ്ടിയിരിക്കുന്നു. മുഖ്യമന്ത്രിയെക്കാളും പ്രധാനമന്ത്രിയെക്കാളും ശമ്പളം PSC ചെയർമാനുണ്ട് എന്ന് അദ്ദേഹം എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട്. ഒരു ടെസ്റ്റും പാസ്സാകാതെയാണ് ഇത്തരക്കാർ ഈ നിയമനം നടത്തുന്നത്. അതായത് രാഷ്ട്രീയ നിയമനങ്ങളാണ് PSCയുടെ ചെയർമാനും അതോടൊപ്പം തന്നെ അംഗങ്ങളെല്ലാം രാഷ്ട്രീയ നിയമനമാണ്. ഇവർക്ക് രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന നിയമനമാണ്. അതിന്റെ കൂടി അർത്ഥത്തിലാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത്. എന്തായാലും ഒരു ടെസ്റ്റ് പോലും എഴുതാതെ നാട്ടിൽ പല ആളുകളുണ്ട്, അല്ലെങ്കിൽ ജോലി കിട്ടാത്ത പല ആളുകൾ നിൽക്കുന്നു, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ ശമ്പള വർധന ഉണ്ടാകുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. രൂക്ഷമായ രീതിയിൽ തന്നെ അദ്ദേഹം വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. PSC തന്നെ നിർത്തലാക്കണമെന്നൊരു അഭിപ്രായം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഏറെക്കുറെ കഴിഞ്ഞ ദിവസം സമാനമായ രീതിയിൽ AITUCയുടെ ഭാഗത്തും പ്രതികരണം ഉണ്ടായിരുന്നു, വിമർശനം ഉണ്ടായിരുന്നു. അതായത് ഈ വിവാദമായ ഉത്തരവ് റദ്ദാക്കണമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ AITUC വലിയ രീതിയിൽ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. AITUC ആവശ്യപ്പെട്ട കാര്യം മറ്റ് പല സർക്കാർ ജീവനക്കാരും ഇത്തരത്തിൽ ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ എല്ലാം പേരിൽ ശമ്പളം കിട്ടാത്ത സ്ഥിതിയിലുണ്ട്. അംഗൻവാടി ജീവനക്കാരായാലും ആശാ ജീവനക്കാരും അങ്ങനെ പല മേഖലയിൽ ജോലി ചെയ്തവർക്ക് ശമ്പളം കിട്ടാക്കിനിയെ നിൽക്കുമ്പോഴാണ് PSC ചെയർമാനും അംഗങ്ങൾക്കും വാരിക്കോഴി നൽകുന്നു എന്ന രീതിയിൽ ഒരു വലിയ വിമർശനം അയച്ചുവിട്ടത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ CPIയുടെ തന്നെ പ്രബല നേതാവായ സി ദിവാകരന്റെ ഭാഗത്തു നിന്നുകൂടി ഇത്തരത്തിലുള്ള ഒരു വിമർശനം ഉണ്ടാകുന്നത്. സർക്കാർ രൂക്ഷമായി വിമർശിച്ചാണ് അദ്ദേഹം രംഗത്ത് വന്നിരിക്കുന്നത്. എന്നാൽ ഈ നടപടിയുമായി മുന്നോട്ട് പോകുന്ന സമീപനമാണ് സർക്കാരിന്റെ ഭാഗത്തുണ്ടാകുന്നത്. കൂടുതൽ പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്ന് പറയുന്നത്. അതും ഈ മുന്നണിയിൽ നിന്ന് തന്നെ എതിർസ്വരങ്ങൾ ഉയരുന്നു. എന്തായാലും ഈ വിവാദ ഉത്തരവ് റദ്ദാക്കുമോ ഇല്ലയോ എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ ഇനി വരും മണിക്കൂറുകളിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്നത്. നിലവിൽ CPIയുടെ ഭാഗത്ത് തന്നെ വീണ്ടും ഒരു CPIയുടെ നേതാവ് സി ദിവാകരന്റെ ഭാഗത്ത് തന്നെ കൂടി വിമർശനം സർക്കാരിന് ഈ വിഷയത്തിൽ ഉയർന്നു എന്നാണ് ഇപ്പോൾ ഏറ്റവും എടുത്തു പറയേണ്ടത്. ദേവിക, ശരി. PSC മെമ്പർമാരുടെ ശമ്പള വർധനവിൽ എതിർപ്പുമായി CPI നേതാവ് സി ദിവാകരൻ. PSC തന്നെ ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് പഠനം നടത്തണമെന്ന് അദ്ദേഹം പറഞ്ഞു. PSC മെമ്പർമാർക്ക് പ്രധാനമന്ത്രിയെക്കാളും മുഖ്യമന്ത്രിയെക്കാളും ശമ്പളമുണ്ടെന്നും ഒരു ടെസ്റ്റ് എഴുതാത്തവരാണ് നാട്ടിൽ എല്ലാവർക്കും ടെസ്റ്റ് നടത്തുന്നതെന്നും സി ദിവാകരൻ വിമർശിച്ചു. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ നൽകിയത്.